നമ്മൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA സോഷ്യോളജി സെക്കൻഡ് സെമസ്റ്ററിലെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന ടെക്സ്റ്റിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 2 ബോംബെ ആൻഡ് ലക്നൗ സ്കൂൾസ് ഓഫ് സോഷ്യോളജി എന്ന ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്ററിനെ അപേക്ഷിച്ച് വളരെ ചെറിയ ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. അതായത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രണ്ട് സ്കൂൾസ് ഓഫ് തോട്ട്, രണ്ട് ചിന്താരീതിയാണ് ഈ ബോംബെ ആൻഡ് ലക്നൗ സ്കൂൾസ് ഓഫ് സോഷ്യോളജി. ഒന്ന് ബോംബെ ബേസ് ചെയ്തിട്ടും മറ്റൊന്ന് ലക്നൗ ബേസ് ചെയ്തിട്ടുമുള്ള രണ്ട് തരത്തിലുള്ള ചിന്തകന്മാർ. അവർ വേറെ വേറെ രീതിയിലൂടെ പഠനം നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെ രണ്ട് സ്കൂളുകൾ എമർജ് ചെയ്തു വരാനുള്ള കാരണം. ആ ചാപ്റ്ററിൽ ഫസ്റ്റ് 1.2.1 ഇന്റലക്ച്വൽ ട്രഡീഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്സ്. ഇന്ത്യയിലെ ഇന്റലക്ച്വൽ ട്രഡീഷൻസ്, ബൗദ്ധികമായിട്ടുള്ള, ദൈക്ഷണികമായിട്ടുള്ള, ബുദ്ധിപരമായിട്ടുള്ള പാരമ്പര്യങ്ങളും സ്ഥാപിതമായിട്ടുള്ള ഡെവലപ്മെന്റ്. അതായത് സോഷ്യോളജി സൊസൈറ്റിയെ കുറിച്ച് പുരാതന കാലം മുതലേ പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷെ ഇതിനൊരു സ്ഥാപിത രൂപം, ഒരു യൂണിവേഴ്സിറ്റി, ഒരു ഡിപ്പാർട്ട്മെന്റ്, അതിനായിട്ടുള്ള പ്രൊഫഷണൽ സോഷ്യോളജി, ഈ രീതിയിലുള്ള ഡെവലപ്മെന്റ്സുകൾ ആണ് ഇവിടെ. അതായത് ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയിട്ട്, സ്ഥാപനവൽകൃതമായിട്ട് സോഷ്യോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില സ്കൂളുകളാണ് ബോംബെ സ്കൂള്, ലക്നൗ സ്കൂള്, മൈസൂർ സ്കൂള്. ഈ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ ബോംബെയിലെ, അത് നമ്മൾ ശേഷം പറയുന്നുണ്ട്, ഒരു യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ട് അവിടെയുള്ള ചിന്താരീതി എന്നാണ് ഇവിടെ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ബോംബെ സ്കൂൾ ഓഫ് സോഷ്യോളജി, ലക്നൗ സ്കൂൾസ് ഓഫ് സോഷ്യോളജി, മൈസൂർ സ്കൂൾ ഓഫ് സോഷ്യോളജി, കുറച്ച് ഓരോ പ്രദേശം ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ചില ചിന്താരീതികൾ ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായിട്ട് ഇപ്പം ബോംബെ സ്കൂള്, ലക്നൗ സ്കൂള്, മൈസൂർ സ്കൂളൊക്കെ, അതിൽ പ്രധാനപ്പെട്ട രണ്ട് സ്കൂളായിട്ടാണ് ബോംബെ സ്കൂള്, ലക്നൗ സ്കൂള് നമ്മൾ ഗണിക്കുന്നത്. ഈ ഒരു ചിന്താരീതി ഡെവലപ്പ് ചെയ്യുന്നത് അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഇതെന്തുകൊണ്ട് ബോംബെ സ്കൂള്, ലക്നൗ സ്കൂള് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ വേറെ സ്കൂളുകൾ എന്ന് വെച്ചാൽ അത് ഐഡിയോളജിക്കൽ ഓറിയന്റേഷൻ ഓഫ് സ്കോളർ. ഒരു സ്കോളറുടെ ഐഡിയോളജി പരമായിട്ടുള്ള ഓറിയന്റേഷൻ പലർക്കും പല രീതിയിലുള്ള ഓറിയന്റേഷൻ ആയിട്ട് കിട്ടുന്നുണ്ട്. അതൊക്കെ ഈ സ്കൂളുകളെ സ്വാധീനിക്കും. മറ്റൊന്ന് സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്നിടത്തുള്ള സാമൂഹികവും കൾച്ചറലും ആയിട്ടുള്ള, സാമൂഹികവും സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലം. അപ്പോൾ മുംബൈയിലുള്ള ഒരു പശ്ചാത്തലം ആവൂല ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ളത്, അതാവൂല കർണാടകയിലെ മൈസൂരുള്ളത്. അപ്പൊ അവിടെ ചിലപ്പോൾ ജാതി കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടാകും. അതല്ലെങ്കിൽ അവിടെ ജെൻഡർ പരമായിട്ട് ചിലപ്പോൾ കർഷകരുടെ പ്രശ്നം കുറെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊളോണിയൽ കാലഘട്ടം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനനുസരിച്ച് ഈ ചിന്താരീതികൾ വ്യത്യാസപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്കൂളുകൾ വേറെ വേറെ ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊരു കാരണം പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കോണ്ടെക്സ്റ്റ് ഓഫ് റിസർച്ച്. ഗവേഷണം ചെയ്യുന്നതിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള സാഹചര്യങ്ങൾ. അപ്പൊ ചില ആളുകൾക്ക് ഗവേഷണം ചെയ്യുമ്പോൾ ഭരണാധിപന്മാരുടെ അടുത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കും, ചിലർക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല, ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ഫണ്ടുകൾ ഉണ്ടായിരിക്കും, ചിലർക്കുണ്ട്. അപ്പൊ ഇതൊക്കെ അനുസരിച്ച് ഇവരുടെ ചിന്താരീതി ഇതൊക്കെ വ്യത്യാസപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്കൂളുകൾ വേറെ വേറെ വരാൻ കാരണം. പിന്നെ മറ്റൊന്നാണ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കൊലാബറേഷൻ. ദേശീയവും അന്താരാഷ്ട്രവുമായിട്ടുള്ള ബന്ധങ്ങൾ. ഇപ്പോൾ ചില ആളുകൾ ബ്രിട്ടനിലെ ചില യൂണിവേഴ്സിറ്റികളുമായിട്ടും അവിടെയുള്ള സോഷ്യോളജിസ്റ്റുകൾ സഹകരിച്ച് കഴിയുമ്പോൾ അവരുടെ ചിന്താരീതി, അവർ ഈ സമൂഹത്തെക്കുറിച്ച് സോഷ്യോളജിയിൽ അവരുടെ തിയറികളൊക്കെ അവരെ സ്വാധീനിക്കും. അപ്പൊ ഇതേ സ്വാധീനമാവില്ല മറ്റ് ബോംബെ സ്കൂൾ ഉണ്ടാവുക, അതേ സ്വാധീനമാവില്ല ലക്നൗ സ്കൂൾ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ ഈ ഒരു വ്യത്യാസത്തിന് കാരണമാകുന്നുണ്ട്. 1.2.2 മേജർ സ്കൂൾസ് ഓഫ് തോട്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്കൂൾസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ബോംബെ സ്കൂളും ലക്നൗ സ്കൂൾസ് ഓഫ് സോഷ്യോളജിയാണ്. ഈ രണ്ട് സ്കൂളുകളാണ് ഇന്ത്യയിലെ സോഷ്യോളജിക്ക് പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയത്. ഇനി 1.2.1 ബോംബെ സ്കൂൾസ് ഓഫ് സോഷ്യോളജി. ഈ ബോംബെ സ്കൂൾസ് ഓഫ് സോഷ്യോളജി റെഫേഴ്സ് ടു എ സോഷ്യോളജിക്കൽ ട്രഡീഷൻ ദാറ്റ് എമർജ്ഡ് ഇൻ മുംബൈ. അന്ന് ബോംബെ, ഇന്ന് അതിന്റെ പേര് മുംബൈ എന്നാണ്. ഡ്യൂറിങ് ദ മിഡ് 20th സെഞ്ചുറി, 20ാം നൂറ്റാണ്ടിന്റെ ഒരു മധ്യത്തിലൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ബോംബെ ബേസ് ചെയ്തിട്ട്, അന്നത്തെ ബോംബെ ഇന്നത്തെ മുംബൈ, ബോംബെ ബേസ് ചെയ്തിട്ട് സോഷ്യോളജി, കുറച്ച് സോഷ്യോളജികൾ രൂപപ്പെട്ടത്. അതിനെയാണ് നമ്മൾ ബോംബെ സ്കൂൾസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. This school laid foundation of Indian sociology by blending Western sociological theories with Indian realities. ഈ സ്കൂളിന്റെ പ്രത്യേകത, ഈ ഒരു ചിന്താരീതിന്റെ പ്രത്യേകത
വെസ്റ്റേൺ സോഷ്യോളജിക്കൽ തിയറി, പാശ്ചാത്യ സോഷ്യോളജിക്കൽ തിയറിയും ഇന്ത്യൻ റിയാലിറ്റിയുമായിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് അവർ ഉണ്ടായിരുന്നത്. അപ്പോൾ വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റുകളുടെ തിയറികൾ വെച്ചിട്ട് ഇന്ത്യയിലുള്ള ജാതി, ഇവിടുത്തെ കാർഷികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവിടുത്തെ വില്ലേജിലെ പോവർട്ടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചതിലൂടെയാണ് ഈ ബോംബെ സ്കൂൾ രൂപപ്പെടുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി പാട്രിക് ഗഡ്ഡസ് ആയിരുന്നു. പാട്രിക് ഗഡ്ഡസ് ആണ് ഈ ബോംബെയിൽ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു, 1919. അപ്പോൾ ഈ ബോംബെ സ്കൂൾസ് ഓഫ് സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട ഒരു സോഷ്യോളജിസ്റ്റ് പാട്രിക് ഗഡ്ഡസ് ആണ്. അദ്ദേഹം ഒരു സ്കോട്ടിഷ് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു, സ്കോട്ട്ലാൻഡിലുള്ള ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ശേഷം ഈ ഒരു സ്കൂളിലേക്ക് GS ഗുറിയെ, നമുക്കറിയാം ഇന്ത്യയിലെ സോഷ്യോളജി പ്രധാനപ്പെട്ട ഒരു ഫിഗറാണ്, ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി എന്നറിയപ്പെടുന്ന GS ഗുറി, അദ്ദേഹം പിന്നെ ഈ ബോംബെ സ്കൂൾ ഓഫ് സോഷ്യോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ചിന്തകനായി മാറി. 1919 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബോംബെ സ്കൂൾസ് ഓഫ് സോഷ്യോളജി എന്ന ബോംബെയിൽ യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിതമാകുന്നതും അതിലൂടെയാണ് ബോംബെ സ്കൂൾസ് ഓഫ് സോഷ്യോളജി എന്ന ചിന്താരീതി ഉത്ഭവിക്കുന്നത്. തുടക്കത്തിൽ ഇത് അർബൻ സ്റ്റഡീസും നഗരത്തെക്കുറിച്ചുള്ള പഠനം, കാരണം പാട്രിക് ഗഡ്ഡസ് എന്ന വ്യക്തി നഗരങ്ങളിലുള്ള സമൂഹങ്ങളെ, സൊസൈറ്റിയെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ട് അർബൻ സോഷ്യോളജി ആയിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഗവേഷണ വിഷയം. പക്ഷെ പിന്നീട് GS ഗുറി ഇത് ഏറ്റെടുക്കുകയും അങ്ങനെ ഒരുപാട് ഇന്ത്യയിലുള്ള മറ്റു വിഷയങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇനി ഇതിലുള്ള ഈ ബോംബെ സ്കൂളിലെ ഓരോ വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പാട്രിക് ഗഡ്ഡസ്, അദ്ദേഹമാണ് ഈ അർബൻ തിങ്കിങ്, അർബൻ സൊസൈറ്റിയെ കുറിച്ച്, നഗരത്തിലെ ജനങ്ങളെ കുറിച്ച്, സിറ്റിയിലെ പട്ടണങ്ങളിലെ ജനങ്ങളെ കുറിച്ചൊക്കെ ഇദ്ദേഹമാണ് പഠിക്കാൻ തുടങ്ങിയത്. കാരണം അദ്ദേഹം അർബൻ പ്ലാനിങ്ങിനെ കുറിച്ചും അർബൻ ബേസ് ചെയ്തിട്ടുള്ള സൊസൈറ്റിയെ കുറിച്ചൊക്കെ കുറെ പഠനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. മറ്റൊരു വ്യക്തിയാണ് GS ഗുറിയെ. പാട്രിക് ഗഡ്ഡസിന് ശേഷം പിന്നെ ബോംബെ സ്കൂളിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു GS ഗുറിയെ. അദ്ദേഹം WH റിവേഴ്സ് എന്ന ഒരു സോഷ്യോളജിസ്റ്റിന്റെ കീഴിൽ, ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റിന്റെ കീഴിൽ പഠനം നടത്തിയ ഒരാളായിരുന്നു. ഇദ്ദേഹം ഇൻഡോളജി എന്നുള്ള പേഴ്സ്പെക്റ്റീവിലൂടെയാണ് പഠിച്ചിരുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഇൻഡോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാതന ടെക്സ്റ്റുകൾ ബേസ് ചെയ്തിട്ട്, സംസ്കൃത ടെക്സ്റ്റൊക്കെ ബേസ് ചെയ്തിട്ട് ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു രീതിയാണ് ഇൻഡോളജി. അതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഓറിയന്റേഷൻ. അദ്ദേഹം കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ എന്നൊരു പുസ്തകം 1932 എഴുതിയിട്ടുണ്ട്. പിന്നെ ദ ഷെഡ്യൂൾ ട്രൈബ് എന്ന പുസ്തകം 1943 GS ഗുറി എഴുതിയിട്ടുണ്ട്. മറ്റൊരു വ്യക്തിയാണ് ഈ ബോംബെ സ്കൂളിലെ മറ്റൊരു സോഷ്യോളജിസ്റ്റാണ് AR ദേശായി. അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. മാർക്സിസ്റ്റ് സോഷ്യോളജിസ്റ്റ് പറഞ്ഞാൽ മാർക്സിയൻ പരിപ്രേക്ഷ്യത്തിലൂടെ, മാർക്സിയൻ പേഴ്സ്പെക്റ്റീവിലൂടെ ഇന്ത്യയിലെ പ്രശ്നങ്ങളെ നോക്കിക്കണ്ട ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു AR ദേശായി. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് സോഷ്യോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം. 1948 എഴുതിയ സോഷ്യോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്നൊരു പുസ്തകം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ്. ബോംബെ സ്കൂളിലെ മറ്റൊരു സോഷ്യോളജിസ്റ്റാണ് KM കപ്പാഡിയ. അദ്ദേഹം പഠിച്ചത് ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, ഇവിടുത്തെ കുടുംബങ്ങളെക്കുറിച്ചും ഇന്ത്യയിലുള്ള വിവാഹങ്ങളെക്കുറിച്ചും ഇവിടെയുള്ള കുടുംബ ബന്ധങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് KM കപ്പാഡിയ പഠിച്ചത്. അങ്ങനെ അതിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതാണ് മാരേജ് ആൻഡ് ഫാമിലി ഇൻ ഇന്ത്യ. 1955 എഴുതിയ മാരേജ് ആൻഡ് ഫാമിലി ഇൻ ഇന്ത്യ എന്ന പുസ്തകം. മറ്റൊരു സോഷ്യോളജിസ്റ്റാണ് ബോംബെ സ്കൂൾ ഐരാവതി കാർവെ. അത് ഇന്ത്യയിൽ ആദ്യത്തെ വുമൺ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു ഐരാവതി കാർവെ. അവര് കിൻഷിപ്പിനെ കുറിച്ചിട്ട്, രക്തബന്ധങ്ങളെ കുറിച്ച്, കുടുംബ ബന്ധങ്ങളെ കുറിച്ച്, അതിലുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പഠിച്ചിരുന്നത്. ഇനി അടുത്തത് 1.2.2 ലക്നോ സ്കൂൾസ് ഓഫ് സോഷ്യോളജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലക്നോ സ്കൂൾസ് ഓഫ് സോഷ്യോളജി ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലുള്ള ലക്നോ എന്നുള്ള സ്ഥലം നിങ്ങൾക്ക് പറയുന്നുണ്ട്. അത് ബേസ് ചെയ്തിട്ട് അന്നുണ്ടായിരുന്ന ഒരു ചിന്താ പദ്ധതിയാണ് ലക്നോ സ്കൂൾസ് ഓഫ് സോഷ്യോളജി. 1921 ലക്നോ സ്കൂൾസ് ഓഫ് സോഷ്യോളജി സ്ഥാപിതമായത്. ഇത് പ്രൊഫസർ രാധകമാൽ മുഖർജി, RK മുഖർജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുരുക്കി പേരിട്ട് വിളിക്കുന്ന രാധകമാൽ മുഖർജിയുടെ കീഴിലാണ് ഇത് സ്ഥാപിതമാകുന്നത്, ഈ ലക്നോ സ്കൂൾസ് ഓഫ് സോഷ്യോളജി. 1949 വരെ അദ്ദേഹമായിരുന്നു ലക്നോയിലെ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. RK മുഖർജിയുടെ കൂടെ തന്നെ DP മുഖർജിയും DN മജുംദാറും അവധ് കിഷോറും ഒക്കെ ഈ ഒരു ലക്നോ സ്കൂളിലെ മറ്റു പ്രമുഖ സോഷ്യോളജിസ്റ്റുകൾ ആയിരുന്നു.
ഈ DP മുഖർജിയോടും DN മജുംദാർ എന്ന സോഷ്യോളജിസ്റ്റിനോട് കൂടെ തന്നെ ഇവര് ഈ ലക്നൗ സ്കൂൾ ഓഫ് സോഷ്യോളജി അവർ ചെയ്തതെന്ന് വെച്ചാൽ അവർ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് മുന്നോട്ട് വെച്ചു. അതായത് മറ്റു വിഷയങ്ങൾ എല്ലാത്തിനോടും കൂടെ ഇപ്പൊ എക്കണോമിക്സ്, ഹിസ്റ്ററി, കൾച്ചറൽ സ്റ്റഡീസ് ഇതിനോടൊക്കെ കമ്പൈൻ ചെയ്ത് കൂട്ടിച്ചേർത്തിട്ട് സോഷ്യോളജിയെ പഠിക്കുക എന്നൊരു ചിന്താരീതിയാണ്. അതാണ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, ഡിസിപ്ലിനുകൾ തമ്മിലുള്ള ബന്ധത്തിലൂടെ പഠിക്കുക എന്നുള്ളത്. പിന്നെ അവർ കമ്പാരിറ്റീവ് ഗ്രൗണ്ട് വർക്ക്, പരസ്പരം ഒരു താരതമ്യ പഠനവും ഒക്കെയാണ് ഇതിനു വേണ്ടി അവർ ഉപയോഗിച്ചത്. DP മുഖർജി ഈ ലക്നൗ സ്കൂളിന്റെ പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റ് ആയിരുന്ന DP മുഖർജി അദ്ദേഹം എത്നോഗ്രഫിക് സ്റ്റഡീസിലൂടെയാണ് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചത്. എത്നോഗ്രഫിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ കുറിച്ച് നമ്മൾ ആഴത്തിൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് അവരുമായി ഇൻഡെപ്ത് ഇന്റർവ്യൂ ഒക്കെ നടത്തി, ആഴത്തിലുള്ള ഇന്റർവ്യൂ നടത്തി അവരൊക്കെ ഒബ്സർവ് ചെയ്ത് അവരെ നിരീക്ഷിച്ച് അങ്ങനെ ഒരു സമൂഹത്തെ നമ്മൾ പഠിക്കുന്നതിന് എത്തനോഗ്രഫി എന്ന് പറയാം. അങ്ങനെ എത്തനോഗ്രഫിയിലൂടെ ആയിരുന്നു, അതൊരു മെത്തേഡാക്കി കണ്ടിട്ട് അങ്ങനെയാണ് DP മുഖർജി പഠിച്ചിരുന്നത്. പിന്നെ അദ്ദേഹം വില്ലേജ് സ്റ്റഡിയിൽ വളരെ പ്രമുഖനായിരുന്നു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ബേസ് ചെയ്തിട്ട് ഗ്രാമങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നു, എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് ഗ്രാമങ്ങളിൽ നടക്കുന്നത് എന്നൊക്കെ ഇദ്ദേഹം പഠിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വർക്ക് കാസ്റ്റിനെ കുറിച്ചും എഡ്യൂക്കേഷണൽ പാറ്റേണിനെ കുറിച്ചും റൂറൽ ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വർക്കുകൾ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പഠനത്തിൽ വില്ലേജിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം കാസ്റ്റ്, അവിടെയുള്ള ജാതിയുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെ, എഡ്യൂക്കേഷണൽ പാറ്റേൺസ്, പുതിയതായിട്ട് അവർ എഡ്യൂക്കേഷൻ നേടുന്നുണ്ടോ ഇല്ല, അവരെ ലിറ്ററസി എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ റൂറൽ ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റി, ഗ്രാമീണ ജനങ്ങളെ കുറിച്ചും ഗോത്രവർഗ്ഗങ്ങളും, ഇന്ത്യയിൽ ഒരുപാട് ഗോത്രങ്ങളുണ്ടല്ലോ, വനങ്ങളിലൊക്കെ ഉള്ളിലുള്ള ഒരുപാട് ആദിവാസി ഗോത്രവർഗ്ഗങ്ങളെ കുറിച്ചൊക്കെ ഇദ്ദേഹം പഠിച്ചിരുന്നു. DP മുഖർജി മാർക്സിയൻ പെർസ്പെക്റ്റീവിലൂടെയാണ് പഠിച്ചിരുന്നത്. അതായത് മാർക്സിയൻ പെർസ്പെക്റ്റീവിലൂടെ നടന്നു ഒന്നുകൂടി ഒരു ക്ലാസ് ബേസ് ചെയ്തിട്ട്, മാർക്സ് ക്ലാസ് ആണല്ലോ പറഞ്ഞിരുന്നത്, മറ്റേത് കാസ്റ്റ് വേറൊരു പരിപ്രേക്ഷ്യം. ഇത് ക്ലാസ് എന്ന് പറഞ്ഞാൽ മുതലാളി വർഗം, തൊഴിലാളി വർഗം, അല്ലെങ്കിൽ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അതിലൂടെയാണ് ഇദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ നോക്കിക്കണ്ടത്. ഈ ലക്നൗ സ്കൂൾസ് ഓഫ് സോഷ്യോളജി ഇതിലുള്ള ഗ്രാജുവേറ്റ്സും ഇതിലുള്ള ഫാക്കൽറ്റികളും ഇതിൽ അധ്യാപകരും പിന്നെ അവിടെ നിന്ന് പഠിച്ച വിദ്യാർത്ഥികളൊക്കെ ഇന്ത്യയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിലുള്ള നോർത്തിൽ നിന്നും സൗത്ത് വരെയാണെങ്കിൽ ഈസ്റ്റിൽ നിന്നും വെസ്റ്റ്, അതായത് ഇന്ത്യ ഒട്ടാകെ ഇവരാണ് പിന്നീട് ഓരോ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ചെന്നിട്ട് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത്. ഈ ലക്നൗ സ്കൂൾസിന്റെ മറ്റൊരു കൺസെപ്ച്വൽ കോൺട്രിബ്യൂഷൻ, അവരുടെ ഒരു ആശയപരമായിട്ടുള്ള അവരുടെ മറ്റൊരു സംഭാവന എന്നുള്ളത് അവർ സാൻസ്ക്രിറ്റൈസേഷനെ പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ MN ശ്രീനിവാസന്റെ സാൻസ്ക്രിറ്റൈസേഷൻ പഠിച്ചിരുന്നു. അപ്പൊ ആ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഉയർന്ന ജാതിക്കാരാകാൻ വേണ്ടി പല രീതിയിലൂടെ അവരെ ഇമിറ്റേറ്റ് ചെയ്ത് അനുകരിച്ച് ശ്രമിക്കുക. അപ്പൊ ഈ സാൻസ്ക്രിറ്റൈസേഷനെ ഇവർ പ്രൊമോട്ട് ചെയ്തിരുന്നു. അതൊരു നല്ലൊരു ചിന്താ പദ്ധതിയായി സ്വീകരിച്ച് അതിലൂടെ ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാനും, പിന്നെ അതിലൂടെ ഉണ്ടാകുന്ന കാസ്റ്റ് ക്ലാസ് ഇന്റർസെക്ഷൻ, ഓരോ ഗ്രാമത്തിലും കാസ്റ്റും ക്ലാസ്സും, കാരണം ജാതി എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു ജാതിയിൽപ്പെട്ടു പിന്നെ മരണം വരെ ആ ജാതി, പക്ഷെ ക്ലാസ് അങ്ങനെയല്ലല്ലോ. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടായ അയാളെ ക്ലാസ് എന്ന് പറയും. പക്ഷെ ഇത് രണ്ടു തമ്മിലുള്ള ഇന്റർ കണക്ഷനെ കുറിച്ചിട്ടൊക്കെ ഓരോ വില്ലേജിലും നടക്കുന്ന ഇന്റർ കണക്ഷൻ, അതൊക്കെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗവേഷണ വിഷയമായിരുന്നു. അവരിങ്ങനെ പഠിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു. പിന്നെ അതിന്റെ പുറമെ വില്ലേജിൽ നടക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ചേഞ്ചുകൾ, ഇതൊക്കെ ടെക്നോ സ്കൂൾസ് ഓഫ് സോഷ്യോളജിയിലെ ഒരു പ്രധാന വിഷയമായിരുന്നു. അപ്പൊ ഇത് വളരെ നേരത്തെ പറഞ്ഞ വളരെ ഒരു ചെറിയ ചാപ്റ്ററാണ്. ഈ രണ്ട്, ബോംബെ സ്കൂൾസ് ഓഫ് സോഷ്യോളജി, ലക്നോ സ്കൂൾസ് ഓഫ് സോഷ്യോളജി, അവരുടെ ഓറിയന്റേഷൻ എന്താണ്, അവർ ഏതൊക്കെ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക്, സൈദ്ധാന്തികമായിട്ട് പരിപ്രേക്ഷ്യങ്ങളിലൂടെയാണ് ഇന്ത്യയെ നോക്കിക്കണ്ടത്, അതിലുള്ള പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകൾ ആരായിരുന്നു, അവർ ഏതൊക്കെ വിഷയങ്ങളാണ് പ്രാമുഖ്യവും പ്രാധാന്യവും കൊടുത്തിരുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു രണ്ട് സ്കൂളുകളെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലാക്കാൻ കഴിയും.